ഹായ് ഫ്രണ്ട്സ്, മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് വറ്റിച്ചതാണ്. അപ്പോൾ കൊഞ്ച് എടുത്ത് വൃത്തിയാക്കി ആ നടുഭാഗത്തുള്ള ആ കറുത്ത ഒരു നൂല് പോലെ ഒരു സാധനമുണ്ട്, അതൊക്കെ എടുത്ത് കളയണം. എല്ലാം വൃത്തിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 20 ചുമന്നുള്ളി രണ്ടായിട്ട് കീറി വെച്ച്, ഒരു മീഡിയം സൈസ് തക്കാളി അതിനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു 3/4 സ്പൂൺ. അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച്, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഒരു കടുകിട്ടു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിനകത്തോട്ടിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടിയൊക്കെയാണ് ഇതിന് വേണ്ടുന്നത് കൊഞ്ച് ഒക്കെ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തോനെ ചേർത്തിട്ടുണ്ട്. അത് മൂത്ത് വന്നതിന് ശേഷം 2 പച്ചമുളകും 2 വറ്റൽമുളക് കറിവേപ്പിലയും ഇട്ടു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മൂക്കണം, ആ മണമൊക്കെ വരണം. മണം വന്നതിന് ശേഷമാണ്, അത് മൂത്തതിന് ശേഷം ഇട്ടാലേ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ, അല്ലെങ്കിൽ പച്ച മണം. 2 പച്ചമുളക് അതിലോട്ടിട്ട്, 2 പച്ചമുളക് കീറിയത് അതും അതിലോട്ടിട്ട്, ഇനി ഒരു 20 ചുമന്നുള്ളി ഞാൻ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്, അതും അതിനകത്തോട്ട് ഇട്ട്, ഇതെല്ലാം ഒരു കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക്, ചുവന്നുള്ളി ആയതുകൊണ്ട് ഒത്തിരി ഒന്ന് വേവുണ്ട്, വഴന്ന് വരാൻ ഒത്തിരി താമസമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളൊരു സ്വല്പ സമയം അടച്ചു വയ്ക്കണം. അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒത്തിരി കറുവപ്പട്ട ചതച്ചത് അതിട്ട് പട്ടയും എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഒരു 1/4 സ്പൂണോളം അതിനകത്തിട്ട്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഈ കൊഞ്ച് അതിലോട്ടിടുന്നത്. കൊഞ്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് കളറ് മാറി വരണം, റോസ് കളറായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർക്കാവൂ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റോസ് കളറായി വരണം. ഈ കൊഞ്ചിൻ്റെ കളറ് മാറി വരുമ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളകൊക്കെ ചേർന്നുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി, അതും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ച മണം എല്ലാം മാറി ഈ കൊഞ്ചിൻ്റെ കൂടെ തക്കാളി ഉള്ളി എല്ലാം കൂടെ അതിനകത്തൊരു കിടന്ന് നല്ലപോലെ ഒന്ന് വഴങ്ങും. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി അതിൻ്റെ കൂട്ടത്തിലല്ലാതെ പിന്നെ ഞാൻ ഇത്തിരി അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഉലുവാപ്പൊടി അതിലോട്ടിട്ടത്. അതും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തുനിന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്തോട്ട് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണയിലെ വെള്ളം അതിനകത്തോട്ട് ഒഴിക്കണം. വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കി, ഒരു കുടംപുളിയുടെ ഒരു അല്ലിയുടെ പകുതി, പക്ഷെ മീനല്ലേ ഒത്തിരി പുളിയുടെയൊക്കെ ഇരിക്കട്ടെ, അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കണം. ഫ്ലെയിം വളരെ കുറച്ചിടണം. വളരെ കുറച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ഇട്ടിട്ട് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കും. ഒരു 5 മിനിറ്റ് വേണ്ട. ഈ കൊഞ്ച് അതിന് മുമ്പ് തന്നെ വഴന്നൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വേവുണ്ടായിരുന്നു. വെന്തിട്ടാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്തത്. അപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്, കൊഞ്ച് വറ്റി. അപ്പം ഞാൻ വറ്റി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയത്. അപ്പം അത് ചപ്പാത്തി 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ഈ കൊഞ്ചും കൂടി നിങ്ങളെ സെർവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നിങ്ങളിതെല്ലാം ഇതുപോലെ ഉണ്ടാക്കണം, ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളെൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.